സുക്കുറേ കുറെ കാലായിട്ട് തെങ്ങിന്റെ തടം തുറന്നിട്ട് അപ്പൊ തെങ്ങിന്റെ തടം തുറന്നിട്ട് വളടണം. പോയിട്ട് ആ കൈക്കോട്ടെടുത്തോ ചെല്ല്. ബംഗാളികളെ വിളിച്ചെടുപ്പിക്കേണ്ട പണിയാണ് എന്നെ കൊണ്ടെടുപ്പിക്കുന്നത്. വാ 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 വാ, വർത്താനം പറയാണ്ട് പോര്. അധ്വാനിച്ച് ജീവിക്കുന്നതിന്റെ സുഖം അറിയലാണ് ഇതിന്റെ ആദ്യ പടി. അതിന് സുഖം എന്നാണ് അളിയാ പറയാ. ആ സുഖം അനുഭവിക്കുമ്പോഴേ എനിക്കത് മനസ്സിലാവുള്ളൂ. പോയി കൈക്കോട്ടെടുക്കടാ. നീ ഇങ്ങോട്ട് വരണ്ട, അങ്ങോട്ട് നടന്നോട്. അല്ല പിന്നെ അതേ ഇവിടെ ഇവിടെ മണ്ണിന് വേദന ആവുന്നില്ല. നല്ല ആഴത്ത് കൊത്ത്. അതിന് നല്ല ശക്തി എടുക്കണം അളിയാ. ആ നല്ല ഊക്കില് 4 കൊത്തു കൊത്തറ. തൂവലെടുത്ത് തലോടും പോലെ അല്ല മണ്ണ് കളക്കല്. എനിക്ക് ഇത്തിരി നടുവേദന ഉള്ള അളിയാ. ആ നന്നായി. നടുവേദന മാറാനുള്ള ഏറ്റവും നല്ല ഔഷധമാണ് ഇക്കൊത്തല്. അതേത് വൈദ്യശാസ്ത്രത്തിനാ പറയുന്നത്? അത് അലോപ്പതി അല്ല, അളിയോപ്പതി. അതായത് അളിയന്റെ ശാസ്ത്രം. അങ്ങനെ കുഴിമടിയനായ മാമൻ പണിയെടുക്കുന്ന അപൂർവ സുന്ദരമായ മുഹൂർത്തം ഞാനിതാ ഈ ക്യാമറയിൽ വേഗം പകുതിയിടുമോളെ. അപ്പച്ചേ, ഇതൊരു ചരിത്ര നിമിഷമാണ്. ഈ ഫോട്ടോ എന്തായാലും പോരിൽ ചില്ലിട്ട് വെക്കണം. ഇങ്ങനത്തെ 4 കൊത്തുകൂടി കൊത്തിയാലേ ചിലപ്പോ ഇന്റെ ഫോട്ടോ തന്നെ ചില്ലിട്ടേക്കാം. അതിനൊരു മാലയും കൂടി ഇട്ടോണ്ടി. ആ അത്ര പെട്ടെന്നൊന്നും മാമ എത്താവൂല. ദുഷ്ടനെ പടച്ചവൻ പന പോലെ വളർത്തുന്ന പറയാറ്. മാമ ഇപ്പൊ വളർന്ന ഒരു ചെറിയ പനയാക്കി. എന്റെ മോളാ മോളെ ഐശ്വര്യേട്ടാ മാവുന്ത എടുത്ത് കൈ കൊടുക്ക്. ഞാൻ എടുത്തരാ. ആ കവറെടുത്ത് ഒഴിവാക്ക്. അങ്ങനെ ഈ മാവിന് നല്ലോണം ബെല്ല് വയ്ക്കണം. അന്റെ മാമൻ നന്നാവാൻ തുടങ്ങിയ ദിവസത്തിന്റെ ഓർമ്മയ്ക്കാണ് ഈ മാവിട്ട. അപ്പൊ സുക്കൂറേ മാവുന്തായി നട്ട് കഴിഞ്ഞു. അങ്ങനെ നമ്മളത്തെ പണി കഴിഞ്ഞു. എവിടെ കഴിഞ്ഞു? അപ്പൊ തെങ്ങിന്റെ ആരും ഉറക്കൂ. ഇനി ഒരു തെങ്ങിന് തടവ് കുടിക്കണോ? ഒരു തെങ്ങിനല്ല, 10 തെങ്ങിന് തടം തുറക്കണോ? വന്നിട്ട് എന്നെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുന്നതിൽ ബേജാറുണ്ട്. അതൊന്നും സാരല്ലേ താത്ത. നല്ല പേരുണ്ടാവാൻ എന്ത് ത്യാഗത്തിനും ഞാൻ തയ്യാറാ. എന്നെ വല്ലാണ്ട് പീഡിപ്പിക്കണ്ടെന്ന് മൂസക്കായനോട് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ കുരങ്ങ് കളിപ്പിക്കാൻ അളിയനെ കിട്ടിയ വഴിയല്ലേ, അത് ഉപയോഗപ്പെടുത്താതിരിക്കോ? അളിയനാരാ മോൻ. എന്താ കഥ? എന്റെ അനിയനെ കൊണ്ട് അടുക്കള പണി എടുപ്പിക്കുക. അടുക്കള പണി കിണറ്റിന്റെ ആത്താ? കിണറ്റിന്ന് വെള്ളം കോരുന്ന അടുക്കളയിലേക്കല്ലേ? ഞാൻ അഞ്ചൻ കൊണ്ടേ പല പണി എടുപ്പിക്കൂ. അത് നിങ്ങൾക്ക് എന്തേത്താ? ഈ കണക്കിന് വിരുന്നിന് വരുന്നവരെ കൊണ്ടേ ഈ ചായയും ചോറൊക്കെ വെപ്പിക്കല്ലോ. വെപ്പിക്കൂ. ചിലപ്പോ ഞാൻ അത് ചെയ്യിക്കൂ. മോനെ ശുക്കൂറെ, അന്നെ കൊണ്ടോളൂ കക്കൂസ് വരെ കഴിപ്പിക്കൂ. ഓ കക്കൂസ് എന്തേത്ത അത്ര മോശ സ്ഥലം എങ്ങാനാ? എന്റെ കതീഷുമായി ഇതൊക്കെ ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യുന്ന. ആണോ? എന്നാ മോനൊരു കാര്യം ചെയ്യേ, എന്റെ പുരയിലേക്കൊന്ന് വാ. അവിടെ കൊറേ വെള്ളം കോരണം, നനയ്ക്കണം, തുടയ്ക്കണം, പാത്രം കഴുകണം. അതെ എന്റെ അഞ്ചനാ നിങ്ങളെ പുരയിലെ പണിക്കാരനാക്കാൻ അങ്ങനെ നോക്കണ്ട. എനിക്ക് വേണ്ടടോ എന്റെ പണിക്കാരനെ. ഓന് വെള്ളം കോരണ കണ്ടാലറിയാ ഒരു പാള വെള്ളം പോലും കോരാൻ ഓന് കഴിവില്ലാന്ന്. ഒരു ജഡ്ജി വന്നിക്കണ്. അതിനിപ്പോ നിങ്ങക്ക് എന്തേത്താ? മേലങ്ങി പണിയെടുക്കുന്ന ഓന്റെ ഉശിരങ്ങൾക്ക് എടുത്തരുത്. ഊതാ കിടന്ന് വിളക്കല്ല ഉഷാറ്. ഒന്ന് പോയിട്ടോ പാത്തു. കതീസുമ, ഇത് ഞങ്ങളെ കുടുംബകാര്യ. അതിൽ നിങ്ങൾ ഇടപെടണ്ട. ഞാൻ ഇടപെടുന്നില്ല. എന്ത് വേണം ചെയ്തോ. എന്റെ എന്തേത്തഞ്ച കുടുംബത്തിനൊരു കുഴപ്പോ? ഈ ആ കുടുംബത്തിൽ ഉണ്ടായതാണ് കുഴപ്പം. ഒരു കുഴപ്പമില്ലാത്തൊരു മോഡലി. മോനെ ഈ മെല്ലെ മെല്ലെ കോരിയിലേക്ക് നിറച്ചോ. അതിലേക്ക് വെച്ചു. ഈ മാമാന്റെ ഒരു ഫോട്ടോ എടുക്കും. വെള്ളം കോരുന്ന ഫോട്ടോ ഫേസ്ബുക്കിൽ ഇടാനായിരിക്കില്ല മാമ? കുറച്ച് അടുത്തുനിന്ന് വേണം. എന്റെ ഇന്നത്തെ അധ്വാനം മേത്ത് വേർപ്പിന്റെ മുത്തുപണികൾ ഉണ്ടാക്കിയാണ്ടോ ഈ അതിന്റെ ഫോട്ടോ എടുക്കണം. വേർപ്പ് കുറച്ച് കാണാനുണ്ട്, മുത്തുമണിയായിട്ടൊന്നും കാണാനില്ല. ഞാനൊരു അലങ്കാരായിട്ട് പറഞ്ഞാണ്ട. ഓ ഈ അലങ്കാരൊന്നും ഫോട്ടോന്റെ അകത്ത് കിട്ടാൻ വലിയ സാധ്യതയില്ല. ഒരു നനവ് ചിലപ്പോ കാണിക്കൂ. ഈ ഒന്ന് അടുത്ത് ആദ്യമായിട്ട് അധ്വാനിച്ച് വേർത്ത യുവാവ് എന്ന ക്യാപ്ഷനോടെ ടിവിയിലെ കൗതുകലോകത്ത് കൊടുക്കാം. ആൾക്കാർ കാണട്ടെ. മോനെ ഈ വല്ലാണ്ട് മാമനെ ചെറുതാക്കി കാണിക്കല്ലോ. ഒരു